ഹലോ, എല്ലാവർക്കും എൻ്റെ ഉച്ചക്കഞ്ഞി എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത് ചോറും കറികളും അല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളതായ കഞ്ഞികളൊക്കെ വെച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനുമൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഞാൻ ഇന്നൊരു അടിപൊളി കഞ്ഞി വയ്ക്കാൻ തീരുമാനിച്ചു. അതിനുള്ള ചേരുവകളൊന്ന് നോക്കിക്കോളൂ. ഇത് അരി, കണ്ടോ, അരിയാണ്. അരി ഇപ്പോൾ ഇത് വന്നിട്ട് ഏതരിയും ആകാം. റേഷൻ അരിയാണെങ്കിലും പച്ചരിയാണെങ്കിലും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണെങ്കിൽ ഏതരിയാവാം. നമുക്ക് വേവനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാം. അടുത്ത് ഇത് വന്നിട്ട് ഗോതമ്പ്, കണ്ടോ, ഗോതമ്പ്. ഇത് ഞാൻ അരകല്ലിൽ അമ്മിയിൽ വെച്ച് ചതച്ച് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അമ്മിയിൽ വെച്ച് നല്ല രീതിയിൽ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഗോതമ്പ്. ഇത് വന്നിട്ട് ചെറുപയറാണ്. ചെറുപയർ പച്ച കളറാണ്, പക്ഷേ ഗ്ലാസ്സിലിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കളർ തോന്നുന്നതാണ്. ചെറുപയർ ഇങ്ങനെ നിന്ന് വാങ്ങിയതാണ്. അത് ഒരു വറുത്ത കളർ പോലെ തോന്നുന്നു. ഇതാ ചെറുപയറാണ്. ഇത് അര ഗ്ലാസ് കേട്ടോ. ഓരോ ഗ്ലാസ് ഞാൻ ഗോതമ്പും അരി എടുത്തിട്ടുണ്ട്. ഇത് ചെറുപയർ അര ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് ഇത് ചെറു ഉള്ളി ഒരു കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ചക്കക്കുരു നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കറുത്ത ബ്രൗൺ കളറിലുള്ള തൊലി അതിലുണ്ടായിരിക്കണം, ചക്കക്കുരു. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 4 വറ്റൽമുളക്. ഇത് കുറച്ച് തേങ്ങയാണ്, ഒരുപാട് എടുത്തില്ല, ഒരു 1/4 മുറി തേങ്ങ. അടുത്ത് ഇത് വന്നിട്ട് ഉലുവ ഉണ്ടോ, ഉലുവ. ഇത് വന്നിട്ട് മുരിങ്ങയില എടുത്ത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതിനെ അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഞ്ഞിയിൽ ഇട്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചേരുവകൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ കഞ്ഞി വയ്ക്കാൻ റെഡിയാകുകയാണ്. അപ്പോൾ ഈ കഞ്ഞി വയ്ക്കുന്നതിന് വേണ്ടി ഞാനൊരു മൺകലമാണ് എടുത്തിട്ടുള്ളത്. പഴയ കലം മതി, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കലം മതി. പിന്നെ മാത്രമല്ല, വിറക് വെച്ചിട്ടുള്ള അടുപ്പിലാണ് ഞാനിത് കഞ്ഞി വയ്ക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മൺകലം പുതിയത് തന്നെ വേണമെന്നൊന്നുമില്ല, പഴയ കലം ആയാലും മതി. വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓരോരോ സാധനങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ നല്ലതുപോലെ തീ കത്തി വരുന്നൊരു സമയമാണ്, കണ്ടോ. ഞാൻ ഗ്യാസോ പിന്നെ സ്റ്റൗവോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കലത്തിൽ വെച്ച് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടിൽ ഞാൻ ഏകദേശമുള്ള കൂടുതലും എനിക്ക് മൺകലം തന്നെയാണ് ചോറൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി നല്ലവണ്ണം കഴുകി അതിലോട്ട് ഇടുന്നതായിരിക്കും. അരി ഞാൻ 4-5 വെള്ളം അരി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് അരി അതിലോട്ട് വാരി ഇടുന്നു. അപ്പോൾ ഞാൻ അരി കഴുകി കലത്തിലോട്ടിട്ടു. ഇനി അരി ഒന്ന് നല്ലവണ്ണം തിളയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നല്ലതുപോലെ തീ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ചതച്ച് വെച്ച ഗോതമ്പ്, ഉണ്ടോ. ചതച്ച് വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അമ്മിയിൽ വെച്ച് ചതച്ചാണ് ഈ ഗോതമ്പ് വെച്ചിരിക്കുന്നത്. അതിനെ അതിലോട്ട് ഇടുന്നു.
എന്നിട്ട് ഒരു സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. എന്നാലും ഇതൊക്കെ പാകമായിട്ട് വരത്തുള്ളൂ. അതിനോട് തന്നെ നമ്മൾ ഈ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരു അതിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു 10 എണ്ണമേ എടുത്തിട്ടുള്ളൂ, അതിനതിലോട്ട് ഇട്ടു. അത് അല്പം കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടെ തന്നെ ഈ ചക്കക്കുരു ഇട്ടതിന് ശേഷം ചെറുപയർ നന്നായിട്ട് ഒന്ന് കഴുകണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം അതിനെ ഒന്ന് ഇതിലോട്ട് ഇടുന്നു. ഒന്ന് ചെറിയ സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നല്ലതുപോലെ ഇതൊന്ന് വേകട്ടെ. സമയം പിടിക്കും. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വേകട്ടെ. നല്ല തീ കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വേകും. അതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ. ഇനി ഇവിടെ ഉള്ളി ഇരിപ്പുണ്ട്, മുളക് ഇരിപ്പുണ്ട്, നമ്മുടെ തേങ്ങ ചിരിയത് ഇരിപ്പുണ്ട്, മുരിങ്ങ ഇലക്കറി ഇരിപ്പുണ്ട്. അതൊക്കെ ഇത് ഏകദേശം വെന്ത് വരുന്ന സമയത്താണ് ആഡ് ചെയ്യേണ്ടത്. അതപ്പം ഞാൻ കാണിച്ചു. ഈ ഉലുവ കൂടെ ഇതിൽ ഇടാൻ പോകും. ഞാൻ 2 സ്പൂണ് ഉലുവയാണ് എടുത്തത്. അതിനൊന്ന് നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. ഉലുവയൊക്കെ നല്ല ഔഷധമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കഞ്ഞിക്ക് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും കൂടെയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചങ്ങനെ വേകട്ടെ. തീ നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം കുറവായെന്ന് തോന്നിപ്പോയാൽ നമുക്കൊരു കാര്യം ചെയ്യാം. പച്ചവെള്ളം ഒഴിക്കരുതേ. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത് കുറച്ചൊഴിക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. എന്നിട്ടത് അല്പം ലൂസാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം അരി കഴുകിയിട്ടു. അടുത്ത് ചതച്ച് വെച്ച ഗോതമ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറുപയർ നന്നായിട്ട് കഴുകി ചെറുപയറിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്കക്കുരു ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഉലുവ ഇട്ടു. ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ അടുപ്പത്തിരുന്ന് കലത്തിൽ വേകുകയാണ്. നല്ലവണ്ണം വേകണം. അറിയാമല്ലോ, നമുക്ക് ഞാൻ പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏത് പരുവത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നമുക്ക് അറിയാം. ഇപ്പോൾ നല്ലവണ്ണം തിളക്കുകയാണ്. എന്തോ പതകട്ടി. കാരണം ഒന്ന് അടുപ്പത്തോട്ടിങ്ങനെ ഈ അടപ്പിനൊന്ന് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ തിളച്ച് പുറത്തോട്ട് കളയും. അപ്പോൾ അതുകൊണ്ട് ഒന്നല്പം ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അങ്ങനെ ഒന്ന് വേഗം.
കുക്കറിലാണെങ്കിൽ പെട്ടെന്നൊക്കെ 2-3 വിസിലാകുമ്പോഴത്തേക്ക് എല്ലാം ഇത് വേകും. പക്ഷെ നമ്മൾ വിറക് അടുപ്പ് ഇട്ട് വേവിക്കുന്നത് കൊണ്ട് ഇത് ലേറ്റാവും, 1 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ അതുവരേക്കും നമ്മൾ തീ കത്തിച്ച് കൊടുത്ത് അതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ഈ ചെറുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് 2ആയിട്ട് കീറി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ചേർക്കാൻ പോകുന്നത്. അതിൽ കൂടെ തന്നെ ഞാൻ ഈ വറ്റൽ മുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് എന്ത് സാധനം നമ്മളിട്ടാലും പിന്നെ ഉടനെ ഈ സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 3/4 ഭാഗം അരി വെന്തതേ ഉള്ളൂ, ഇനി വേകട്ടെ. അപ്പോൾ നമ്മുടെ കഞ്ഞി അങ്ങനെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ മുരിങ്ങ ഇലക്കറി ഒന്നിട്ട് കൊടുക്കുകയാണ്. വളരെ ഗുണകരമായ ഒരു ഔഷധ സസ്യമാണല്ലോ അത്, മുരിങ്ങ ഇലക്കറി. അപ്പോൾ ഈ കഞ്ഞിയിലോട്ട് ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കിയിടുന്നു. കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, ഒരു ടേസ്റ്റ് കാരണം. പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്തോളാം. ഞാനിപ്പോൾ ശകലമേ ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചുകൊള്ളണം വേണമെങ്കിൽ. കാരണം ചിലവർക്ക് നല്ല കഞ്ഞിയായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് വെള്ളം കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിന് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ചിരുകി വെച്ച തേങ്ങ അതിനെയും കൂടെ അതിലോട്ട് ഒന്നിടുകയാണ്. ഒന്ന് കലക്കി കൊടുക്കുക. കാണാനേ ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഈ കഞ്ഞി. ഉണ്ടോ? ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുറേശ്ശെ തീയിട്ട് കൊടുക്കാം. ഇനി ഏകദേശം വെന്തതുകൊണ്ട് കുറേശ്ശെ തീയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി. അതിന് ഞാൻ ഒരിക്കൽ കൂടെ ഇത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മൺകലത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ആദ്യം അരി കഴുകിയിടുന്നു.
അരി തിളച്ചതിന് ശേഷം ചതച്ച് വെച്ച ഗോതമ്പ് അതിലോട്ട് ആഡ് ചെയ്യുന്നു. അതും അല്പനേരം കഴിഞ്ഞ് തിളച്ച് വന്നതിന് ശേഷം ചെറുപയറും ചക്കക്കുരു ഉലുവ അടുത്തിടുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേകുന്ന ഒരു 3/4 മണിക്കൂറൊക്കെ വേകുമ്പോഴത്തേക്ക് തീയിടുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി അതിലോട്ട് ആഡ് ചെയ്യുന്നു. ഉള്ളി, അത് കഴിഞ്ഞ് മുരിങ്ങ ഇലക്കറി, അത് കഴിഞ്ഞ് നമ്മൾ ചിരുകി വെച്ച തേങ്ങ, മുളക്, ഇത്രയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൂടെ അതിലാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് അതിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉച്ചക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വെറൈറ്റി കഞ്ഞിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.